ഹലോ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് പോപ്സ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് കേക്ക്സിന്റെ പീസസ് ആണ്. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയ ഐസ്ക്രീം ചോക്ലേറ്റ് കേക്കിന്റെ ബാലൻസ് വന്ന കേക്കാണിത്. നിങ്ങൾക്ക് ഞാൻ ആ ചോക്ലേറ്റ് കേക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അത് നോക്കി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഞാൻ ആ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് ഒന്നിക്കൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോ ഇത് നല്ലവണ്ണം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അധികം അരിഞ്ഞു പോവരുത്. മിക്സിയിലിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞു പോവരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ജാം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കിസാന്റെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ജാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിന്റെ കൂടെ നമുക്ക് ഈ ജാം ഇതിന് ചേർക്കുന്നതെന്ന് വെച്ചാല് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ബോളുകളാക്കിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് പോപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ജാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കയ്യിൽ വെച്ച് ഓരോ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ചോക്ലേറ്റ് കേക്കിനെ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ചോക്ലേറ്റ് ബോൾസ് നമുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന അതേ ടൈമിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക. എന്നിട്ട് ഒരു ബൗളിൽ ചോക്ലേറ്റ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബോൾസിനെ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഡിപ്പ് ചെയ്ത് മുക്കിയെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. കേക്ക് പോപ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്.